ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്രീവിയസ് സെക്ഷൻ്റെ അകത്ത് ഗ്രീൻസ് തിയറാണ് ഡിസ്കസ് ചെയ്തത്. ഈ സെക്ഷൻ്റെ അകത്ത് ഗ്രീൻസ് തിയറത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഗ്രീൻസ് തിയറം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഡിഫറെൻറ്റ് പ്രോബ്ലംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രോബ്ലമാണ് വർക്ക് ഡൺ. നമ്മൾ ഈ വർക്ക് ഡണ്ണിൻ്റെ കേസ് നമ്മൾ പരിഗണിക്കുന്നത് ഒരു 2D വെക്റ്റർ ഫീൽഡാണ്. എഫ് ഓഫ് എക്സ് വൈ ഇസിക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നു. ആ ഫോഴ്സ് ഫീൽഡ് ഓവർ ദ കർവ് സിയിൽ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്, വേർ ഡി ആർ ഈസ് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എഫിന് പകരം എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ, ഡി ആറിന് പകരം ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ കൊടുക്കുമ്പോൾ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഗ്രീൻസ് തിയറം വെച്ചിട്ട് ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ ആണ്. അതായത് നമുക്ക് ഗ്രീൻസ് തിയറം വെച്ചിട്ട് വർക്ക് ഡണ്ണിന്റെ എക്സ്പ്രഷനെ നമുക്ക് വേറെ രൂപത്തിലും എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ ഒരു കർവ് സിയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഉള്ള ടോട്ടൽ വർക്ക് ഡൺ ഈസ് ആക്ച്വലി ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. ഇപ്പോൾ വർക്ക് ഡണ്ണിന് രണ്ട് ഡിസ്റ്റിങ്ക്ട് എക്സ്പ്രഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഗ്രീൻസ് തിയറം വെച്ചിട്ട് പല കേസുകളിലും വർക്ക് ഡണ്ണ് ഇങ്ങനെ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, എഫ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ് ഐ പ്ലസ് കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് ജെ. കമ്പ്യൂട്ട് ദ വർക്ക് ഡൺ അറൌണ്ട് ദ കർവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഈ ഫോഴ്സ് ഫീൽഡ് ഈ സർക്കിളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. ഇപ്പോൾ സർക്കിൾ ആകുമ്പോൾ അതിൻ്റെ പാരാമീറ്ററൈസേഷൻ ആർ എന്ന് പറയുന്നത് എക്സിന് പകരം ആർ കോസ് തീറ്റ എന്നും വൈക്ക് പകരം ആർ സൈൻ തീറ്റ എന്നും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ആറിൻ്റെ വാല്യൂ നമ്മൾ പരിഗണിക്കുന്നത് 0 to 1 ആണ്. കാരണം ഇത് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് റേഡിയസ് 0 തൊട്ട് 1 വരെയാണ്. അത് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന റീജിയൻ്റെ അകത്ത് റേഡിയസ് 0 തൊട്ട് 1 വരെ വരത്തുള്ളൂ. തീറ്റയുടെ വാല്യൂ 0 to 2. അപ്പൊ ഇത് നമ്മൾ ലൈൻ ഇന്റഗ്രൽ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഫാർ ബെറ്റർ വേയിൽ നമുക്ക് ഗ്രീൻസ് തിയറം വെച്ചിട്ട് വർക്ക് ഡണ്ണിന്റെ എക്സ്പ്രഷൻ വെച്ച് കണ്ടെത്താം. സോ ഗ്രീൻസ് തിയറം വെച്ചിട്ട് വർക്ക് ഡണ്ണിന്റെ എക്സ്പ്രഷൻ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ആണ്. അത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ. ഇനിയും ജിക്ക് പകരം കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. എഫിന് പകരം ഇ റൈസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. ഇനിയും ഡോ ബൈ ഡോ എക്സ് ഓഫ് കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ്. കോസ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ആണ്, സോ അതിന്റെ ഡെറിവേറ്റീവ് 0. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ഈസ് 3x സ്ക്വയർ. ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റൈസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ എക്സ് ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. മൈനസ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് 3y സ്ക്വയർ. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ്, അപ്പോൾ ഡോ ജി ബൈ ഡോ എക്സ് ഈസ് 3x സ്ക്വയർ. Dou f by dou y is minus 3y square. So dou g by dou x minus dou f by dou y എന്ന് വെച്ചാൽ 3x square minus of minus 3y square which becomes 3x square plus 3y square dA എന്ന് കിട്ടും. ഇനിയും 3 കോമൺ എടുക്കുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എന്ന് കിട്ടും. ഇവിടെ എക്സിന് പകരം ആർ കോസ് തീറ്റ എന്നും വൈക്ക് പകരം ആർ സൈൻ തീറ്റ എന്നും കൊടുക്കുക, കാരണം നമ്മുടെ റീജിയൺ അതാണ്. ഇനിയും ആറിന്റെ വാല്യൂ 0 to 1 വരെ കൊടുക്കുക, തീറ്റയുടെ വാല്യൂ 0 to 2π. സോ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് w is equal to 3 into integral 0 to 2π 0 to 1 r square into ഇവിടെ x is equal to r cos theta എന്നും y is equal to r sin theta എന്നും കൊടുക്കുമ്പോൾ this expression becomes r square cos square theta plus r square sin square theta. r square കോമൺ എടുക്കുമ്പോൾ cos square theta plus sin square theta which is equal to 1. So r square into 1 into ആർ ഡി ആർ ഡി തീറ്റ. ഡി എ എന്ന് പറയുന്നത് ആർ ഡി ആർ ഡി തീറ്റയാണ്, പോളാർ കോർഡിനേറ്റ്സിലാക്കും. സോ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് ആർ ക്യൂബ് ഇൻറ്റു ഡി ആർ ഡി തീറ്റ. ആർ ക്യൂബിന്റെ ഇന്റഗ്രൽ ഈസ് ആർ റൈസ് ടു 4/4. ആറിന്റെ ലിമിറ്റ് 0 to 1 വരെയാണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/4 എന്നും ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 എന്നും കിട്ടും. സോ 1/4 മൈനസ് 0 ബിക്കംസ് 1/4. സോ ഈ 1/4 വെളിയിലെടുക്കുമ്പോൾ 3/4 എന്ന് കിട്ടും. ഇന്റഗ്രൽ 0 to 2π ഡി തീറ്റ
ഡി തീറ്റയുടെ ഇന്റഗ്രൽ തീറ്റയാണ്. സോ തീറ്റയുടെ ലിമിറ്റ്സ് 0 to 2π ആണ്. സോ 2π മൈനസ് 0 ബിക്കംസ് 2π എന്ന് കിട്ടും. സോ 3/4 ഇൻറ്റു 2π, 4ഉം 2 2 ക്യാൻസൽ ആക്കി കളയുമ്പോൾ ആൻസർ ബിക്കംസ് 3/2 ഇൻറ്റു പൈ. ഇത് നമ്മൾ അല്ലാതെ വർക്ക് ഡൺ ആയിട്ട് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷനെക്കാട്ടിലും ഫാർ ബെറ്റർ വേയിലും ഫാർ ഈസിയർ വേയിലുമാണ് ഗ്രീൻസ് തിയറം വെച്ച് ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പ്രോബ്ലം. സിമിലർ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. കൺസിഡർ ദ ഫോഴ്സ് ഫീൽഡ് F is equal to y² minus xi plus x² plus yj around the circle x² plus y² is equal to 1 oriented counterclockwise. Find the work done. ഈ ഫോഴ്സ് ഫീൽഡ് ഈ സർക്കിളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഉള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെയും നമ്മൾ എഫിന് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈക്ക് പകരം y² മൈനസ് എക്സ് എന്നും ജി ഓഫ് എക്സ് വൈക്ക് പകരം x² പ്ലസ് വൈ എന്നും കൊടുക്കുന്നു. ഇനിയും ഇതിന്റെ റീജിയൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിളിന്റെ ഇൻസൈഡ് പാർട്ടാണ് റീജിയൻ. അവിടെ ആറിന്റെ വാല്യൂ 0 തൊട്ട് 1 വരെ വരാം, തീറ്റയുടെ വാല്യൂ 0 തൊട്ട് 2π വരെ. സിമിലർ ടു പ്രീവിയസ് പ്രോബ്ലം. വർക്ക് ഡണ്ണിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ടി എക്സ് പ്ലസ് ജി ഡി വൈ ആണ്. അതിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ജിക്ക് പകരം x² പ്ലസ് വൈയും എഫിന് പകരം y² മൈനസ് എയുമാണ്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് x² പ്ലസ് വൈ ബിക്കംസ് x² ഡെറിവേറ്റീവ് ഈസ് 2x, വൈയുടെ ഡെറിവേറ്റീവ് ഈസ് 0 വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് y² മൈനസ് എക്സ്, y² ഡെറിവേറ്റീവ് ഈസ് 2y, എക്സിന്റെ ഡെറിവേറ്റീവ് ഈസ് 0. സോ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് ഡോ ജി ബൈ ഡോ എക്സ് ഈസ് 2x, ഡോ എഫ് ബൈ ഡോ വൈ ഈസ് 2y, ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ബിക്കംസ് 2x മൈനസ് 2y ഡി എന്ന് കിട്ടും. ഇനി നമുക്ക് പഴയ പോലെ തന്നെ ആറിന്റെ വാല്യൂ 0 to 1 ആണ്, തീറ്റയുടെ വാല്യൂ 0 to 2π ആണ്. എക്സിന് പകരം ആർ കോസ് തീറ്റ എന്നും ആർ സൈൻ തീറ്റ എന്നും കൊടുക്കുക. നമ്മൾ ഈ ഇന്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2x ഡി എ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2y ഡി എന്ന് കണ്ടുപിടിക്കും. 2 വെള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് ഡി എന്നും ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൈ ഡി എന്നും നമ്മൾ ചെയ്യും. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് ഡി എ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1, 0 to 2π, എക്സിന് പകരം ആർ കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഇനിയും ഡി എന്ന് പറയുന്നത് ആർ ഡി ആർ ഡി തീറ്റ, ഇവിടെ r² രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്, ആറാണിത്, സോറി. സോ ആർ ഇൻറ്റു r² വരും. കോസ് തീറ്റ നമ്മൾ ആദ്യം തീറ്റയിലാണ് ആദ്യം ചെയ്യുന്നത്, കാരണം പെട്ടെന്ന് ഇന്റഗ്രൽ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇത് കോൺസ്റ്റന്റ് ലിമിറ്റ് ആയതുകൊണ്ട് ഏത് ഓർഡർ ഇന്റഗ്രൽ ചെയ്താലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. സോ സൈൻ കോസ് തീറ്റയുടെ ഇന്റഗ്രൽ ഈ സൈൻ തീറ്റ, തീറ്റയുടെ ലിമിറ്റ് 0 to 2π ആണ്. അപ്പൊ സൈൻ 2π മൈനസ് സൈൻ 0 വിച്ച് ബിക്കംസ് 0 എന്ന് കിട്ടും. സോ ദ ടോട്ടൽ ഇന്റഗ്രൽ 0യെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്താലും 0 കിട്ടുന്നത് കൊണ്ട് ടോട്ടൽ ഇന്റഗ്രൽ ബിക്കം 0. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് ഡി എ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൈ ഡി എ എടുക്കുമ്പോൾ വൈക്ക് പകരം ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. ആർ ഡി തീറ്റ ഡി ആർ ഡി തീറ്റ ഇവിടെ ഉണ്ട്. ആർ ഇൻറ്റു ആർ r² ആണ്. സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റ 0 to 2π കൊടുക്കുമ്പോൾ 1 മൈനസ് 1 ബിക്കം 0 വരും. സോ ഇന്റഗ്രലിന്റെ അകത്തെ പാർട്ട് 0 ആകുമ്പോൾ ഇന്റഗ്രലും ടോട്ടൽ ആൻസർ 0 വരും. സോ എക്സ് ഡി എയും വൈ ഡി എയും 0 കിട്ടി. സോ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴും 0 കിട്ടും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 0 കിട്ടും. സോ ദ വർക്ക് ഡൺ ഓൾസോ ബിക്കം 0. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. Find the work done by the force field F is equal to x² minus yi plus x plus y² j around the rectangle bounded by 0 to x from 0 to 1, y from 0 to 2. അപ്പോൾ x ആക്സിസ് 0 to 1 വരെ, y ആക്സിസ് 0 to 2 വരെ. അപ്പോൾ ലെങ്ത് 1ഉം ബ്രെഡ്ത്ത് 2ഉം ആയിട്ടുള്ള ഒരു റെക്ടാങ്കിളിൽ കൂടെ ഈ ഫോഴ്സ് ഫീൽഡ് പാസ് ചെയ്യുമ്പോൾ ഉള്ള ടോട്ടൽ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് x² മൈനസ് വൈ ആണ്. ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് y² ആണ്. ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ കണ്ടുപിടിക്കണം. ഇവിടെ ഡോ ജി ബൈ ഡോ എക്സ് ബിക്കംസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് y². എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിൽ എടുക്കുമ്പോൾ 1, y² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. സോ ദിസ് ബിക്കംസ് 1. ഡോ ബൈ ഡോ വൈ ഓഫ് x² മൈനസ് വൈ, x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈയിൽ എടുക്കുമ്പോൾ 0, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈയിൽ എടുക്കുമ്പോൾ 1. ഇവിടെ ഓൾറെഡി മൈനസ് ഉള്ളത് കൊണ്ട് -1 എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ എടുക്കുമ്പോൾ 1 മൈനസ് -1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. സോ വർക്ക് ഡൺ ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2dA. ഇവിടുത്തെ റീജിയൻ എന്ന് വെച്ചാൽ ഒരു റെക്ടാങ്കിൾ ആണ്. ഓക്കെ, അപ്പം 2 വെള്ളിൽ എടുക്കുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എന്ന് കിട്ടും. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എന്ന് വെച്ചാൽ ഏരിയ ആണ്.
അപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയ ഇവിടെ റെക്ടാങ്കിളിന്റെ ലെങ്ത് 1 ആണ്, ബ്രെഡ്ത്ത് 2 ആണ്. ഓക്കെ, സോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 × 2 ആണ്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറയുന്നത് 1 × 2 എന്ന് കിട്ടും. സോ വർക്ക് ഡൺ ഈസ് 2 × ഏരിയ ആണ്, ദാറ്റ് ഈസ് 2 × 2 4 എന്ന് കിട്ടും. സോ ഇങ്ങനെ വളരെ ഈസിലി തന്നെ നമുക്ക് വർക്ക് ഡണ്ണ് ഗ്രീൻസ് തിയറം വെച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു സെക്കൻഡ് ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ജോമെട്രിക്കൽ ആസ്പെക്റ്റ് ആണ്. നമ്മൾ ഗ്രീൻസ് തിയറം വെച്ചിട്ട് ഏരിയ ഓഫ് എ റീജിയൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ലൈൻ ഇന്റഗ്രലും ഗ്രീൻസ് തിയറം തമ്മിലുള്ള കണക്ഷൻ വെച്ച് നമുക്ക് ഏരിയ ഓഫ് എ റീജിയൻ ലൈൻ ഇന്റഗ്രൽ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. നമുക്ക് ഗ്രീൻസ് തിയറം വെച്ചിട്ട് നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ആണ് കണ്ടെത്തുന്നത്. ഇവിടെ നമ്മൾ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. എഫ് ഓഫ് എക്സ് വൈക്ക് പകരം -5/2 എന്നും ജി ഓഫ് എക്സ് വൈക്ക് പകരം x/2 എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു -5/2, ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു x/2. ഓക്കെ, അപ്പോൾ ഗ്രീൻസ് തിയറം വെച്ച് ലൈൻ ഇന്റഗ്രൽ എഫ് ഡി എക്സ് പ്ലസ് ജി ഡി വൈ ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ജി x/2 ആണ്. ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് x/2ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 1/2 കിട്ടും. ഡോ എഫ് ബൈ ഡോ വൈ -y/2ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ -1/2 എന്ന് കിട്ടും. സോ ദിസ് ബിക്കംസ് ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ബിക്കംസ് 1/2 മൈനസ് ഓഫ് -1/2. ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ലൈൻ ഇന്റഗ്രൽ ഓവർ സി ഇവിടെ എഫ് ഓഫ് എക്സ് വൈക്ക് പകരം -5/2 എന്നും ജി ഓഫ് എക്സ് വൈക്ക് പകരം x/2 എന്നുമാണ് കൊടുത്തത്. സോ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് ലൈൻ ഇന്റഗ്രൽ ഓവർ സി -y/2 dx പ്ലസ് x/2 dy ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 dA എന്ന് കിട്ടും. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റീജിയൻ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ഈ റൈറ്റ് ഹാൻഡ് സൈഡിന് പകരം ഏരിയ ആയിട്ട് കൊടുക്കും. ഇവിടെ നിന്ന് 1/2 കോമൺ എടുക്കുമ്പോൾ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് 1/2 ഇൻറ്റു ലൈൻ ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ഏരിയ എന്ന് കിട്ടും. അതായത് ഏരിയ ഓഫ് എ റീജിയൻ ഇസ് ഈക്വൽ ടു 1/2 ടൈംസ് ലൈൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ആണ്. അപ്പൊ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ വെച്ച് മാത്രമല്ല ഏരിയ ഓഫ് എ റീജിയൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ലൈൻ ഇന്റഗ്രൽ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ എക്സ്പ്രഷൻ 1/2 ടൈംസ് ലൈൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം, യൂസിങ് ഗ്രീൻസ് തിയറം ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് x² ബൈ a സ്ക്വയർ പ്ലസ് y² ബൈ b സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന എലിപ്സ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഗ്രീൻസ് തിയറം വെച്ച് കണ്ടുപിടിക്കും. അപ്പൊ ഗ്രീൻസ് തിയറം വെച്ച് ഏരിയ കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്താ? ഏരിയ ഇസ് ഈക്വൽ ടു 1/2 ടൈംസ് ലൈൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ്. ഇവിടുത്തെ സി എന്ന് പറയുന്നത് എലിപ്സ് ആണ്. എലിപ്സിന്റെ പാരാമട്രൈസേഷൻ നമുക്ക് അറിയാം. ഓക്കെ, എലിപ്സിന്റെ പാരാമട്രൈസേഷൻ x² ബൈ a സ്ക്വയർ ആയതുകൊണ്ട് a കോസ് തീറ്റ എന്നും y² ബൈ b സ്ക്വയർ ആയതുകൊണ്ട് b സൈൻ തീറ്റ എന്നുള്ളതാണ് എലിപ്സിന്റെ പാരാമട്രൈസേഷൻ. ഓക്കെ, സോ ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിന് എ കോസ് തീറ്റ എന്നും വൈക്ക് ഡി സൈൻ തീറ്റ എന്നും കൊടുക്കുമ്പോൾ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി തീറ്റ. എ കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് എ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. dy becomes b into sin theta derivative into theta. A and b constants ആണ്. So sin theta derivative is cos theta. So b cos theta d theta എന്ന് കിട്ടും. ഇനിയും എക്സിന് പകരം a cos theta എന്നും yക്ക് പകരം b sin theta എന്നും കൊടുക്കുന്നു. ഏരിയ a is equal to 1/2 times integral 0 to 2 pi. ഇനിയും എക്സിന് പകരം a cos theta കൊടുക്കുമ്പോൾ a cos theta into dy is b cos theta d theta. That is ab cos square theta എന്ന് കിട്ടും. ഇനി മൈനസ് y എന്ന് പറയുന്നത് b സൈൻ തീറ്റ ആണ്. dx എന്ന് പറയുന്നത് മൈനസ് എ സൈൻ തീറ്റ ആണ്. അതായത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. സോ പ്ലസ് എ ബി സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഈ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് വരും. ഇതിൽ എ ബി കോൺസ്റ്റൻസ് ആയതുകൊണ്ട് വെളിയിൽ എടുക്കുമ്പോൾ എ ബി ഓൾറെഡി ഇവിടെ 1/2 ഉണ്ട്. സോ എ ബി ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 pi സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ എ ബി ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 pi ഡി തീറ്റ എന്ന് വരും. ഡി തീറ്റയുടെ ഇന്റഗ്രൽ തീറ്റയാണ്.
അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π മൈനസ് 0 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2π. സോ എ ബി ബൈ 2 ഇൻറ്റു 2π ബിക്കംസ് പൈ എ. സോ നമ്മൾ വളരെ ഡയറക്റ്റ്ലി ഏരിയ ഓഫ് ആൻ എലിപ്സ് കണ്ടുപിടിച്ചു യൂസിങ് ഗ്രീൻസ് തിയറം. സിമിലർലി അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഫൈൻഡ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ യൂസിങ് ഗ്രീൻസ് തിയറം. അപ്പോൾ ഇവിടെയും നമുക്ക് ലൈൻ ഇന്റഗ്രൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലൈൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ആണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ സർക്കിൾ ആയതുകൊണ്ട് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്നും വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്നുള്ളതാണ് സർക്കിളിന്റെ എക്സ്പ്രഷൻ. So area is equal to A is equal to 1/2 into line integral over C x dy minus y dx ആണ്. x a cos theta, y a sin theta എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഡി എക്സ് അപ്പോൾ ചെയ്യാൻ പറ്റും. ഡി എക്സ് ബിക്കംസ് എ കോസ് തീറ്റയുടേത് മൈനസ് എ സൈൻ തീറ്റ ഡി തീറ്റ. ഇവിടെ ഡി വൈ ബിക്കംസ് എ സൈൻ തീറ്റയുടേത് എ കോസ് തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. സോ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബിക്കംസ് 1/2 into integral 0 to 2π x dy is a cos theta into a cos theta minus a sin theta into minus a sin theta d theta എന്ന് കിട്ടും. So this becomes 1/2 into a square cos square theta plus a square sin square theta d theta എന്ന് വരും. a square കോമൺ എടുക്കുമ്പോൾ ഏരിയ becomes s 1/2 into integral 0 to 2π a square into cos square theta plus sin square theta എന്ന് വരും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ എ സ്ക്വയർ വെളിയിൽ എടുക്കുമ്പോൾ എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 2π ഡി തീറ്റ എന്ന് വരും. ഡി തീറ്റയുടെ ഇന്റഗ്രൽ തീറ്റയാണ്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π എന്ന് ആൻസർ വരും. സോ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു 2π എന്ന് വരും. 2 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആൻസർ ബിക്കംസ് പൈ എ സ്ക്വയർ. സോ ഇങ്ങനെ നമുക്ക് ഗ്രീൻസ് തിയറം വെച്ച് വർക്ക് ഡണ്ണും ഏരിയയും ഡയറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.